തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ബിജെപി. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, തിരുവനന്തപുരത്ത് ഭാരതാംബ വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ABVP പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ
പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചു മാറ്റുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും ABVP പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു. ഭാരതാംബ വിവാദം മാത്രമല്ല, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിടാത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ABVP വലിയ തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ABVP സംസ്ഥാന അധ്യക്ഷൻ ഈശ്വരതെ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന CPIM പ്രവർത്തകരുമായി DYFI പ്രവർത്തകരുമായി ABVP പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. ഇതിൽ ABVP പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ABVP പ്രവർത്തകർ മാർച്ച് നടത്തിയിരിക്കുന്നത്. മാർച്ചിൽ 3-ലധികം പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ABVPയുടെയും BJPയുടെയും യുവമോർച്ചയുടെയും തീരുമാനം. വൈകുന്നേരത്ത് വീണ്ടും യുവമോർച്ച മാർച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കുക തന്നെയാണ് ABVP ഇപ്പോഴത്തെ തീരുമാനം. ഇന്നലെ മെനിഞ്ഞാന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ വീട്ടിലേക്കും ഒപ്പം അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുന്നിലേക്കും ഒക്കെ തന്നെ ABVP പ്രവർത്തകർ കരിങ്കൊടിയുമായി ചാടി വീണിരുന്നു. പിന്നീട് മന്ത്രി വി ശിവൻകുട്ടിക്കുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം നഗരത്തിലൂടെ യാത്ര നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് തമ്പാനൂർ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ച് വിളിക്കുന്നതിന് വേണ്ടി DYFI CPIM പ്രവർത്തകർ ഒത്തുചേർന്നിരുന്നു. ഇതിനിടയിലാണ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് വെച്ച് CPIM പ്രവർത്തകരും ABVP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇതിൽ 2 ABVP പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ മർദ്ദിച്ച CPIM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ABVP പ്രവർത്തകർ ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ശരി, തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ABVP മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. സംഘർഷത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ പ്രതിഷേധത്തിനിടെ ABVP പ്രവർത്തകരെ ആക്രമിച്ച SFIക്കാർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. നിലവിൽ സംഘർഷാവസ്ഥ അയവുന്ന മട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തമ്പാനൂർ പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് നേരത്തെ തന്നെ ABVP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുമെന്ന് അറിയിച്ചിരുന്നു. അതേ തുടർന്ന് സ്റ്റേഷനിലേക്കുള്ള 2 വാതിലുകളും ബാരിക്കേഡ് കെട്ടി അടച്ചിരുന്നു. ഏകദേശം 100ഓളം വരുന്ന ABVP പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. വന്ന ഉടൻ തന്നെ അവരുടെ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ജലപീരങ്കി പ്രയോഗിച്ച് കൂടുതൽ അക്രമാസക്തമാകുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നിലവിൽ ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നില്ല. എങ്കിൽ തന്നെയും നഗരത്തിൽ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം നഗരത്തിൽ ABVP പ്രവർത്തകർ പല സ്ഥലങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘടിച്ചിരുന്നു. ഇന്നലെ ABVP നേതാവിനെ മർദ്ദനമേറ്റപ്പോഴേക്കും പല സ്ഥലങ്ങളിൽ നിന്നായി BJP പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും സംഘടിച്ച് പോലീസ് റെയിൽവേ സ്റ്റേഷൻ സമീപത്തേക്ക് എത്തിയിരുന്നു. പിന്നീട് വലിയൊരു പോലീസ് സംഘം എത്തി ഏറെ സമയം പണിപ്പെട്ടാണ് ഇരു കൂട്ടരെയും തിരിച്ചയച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ABVP ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് നിർദ്ദേശം നൽകിയതും ഇത്തരം ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചതും. ഈ നഗരത്തിലെ ABVP പ്രവർത്തകരാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഈ വരും മണിക്കൂറുകളിലും ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ DYFI പറയുന്നത് ഇത് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയല്ല, അത്തരത്തിൽ അനൌദ്യോഗിക പരിപാടിയിൽ ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നതും പ്രതിഷേധിക്കുന്നതും തെറ്റായ കാര്യമാണെന്നാണ് DYFIയുടെ നിലപാട്. അതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി കോഴിക്കോട് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു കരിങ്കൊടിയുമായി അവിടെ ABVP യുവമോർച്ച പ്രവർത്തകർ എത്തിയത്. ആ സംഭവത്തിൽ അവിടെ ഉണ്ടായിരുന്ന SFI പ്രവർത്തകർ ABVP പ്രവർത്തകരെ മർദ്ദിച്ചു. അത് സംബന്ധിച്ച് വലിയ രീതിയിലെ പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. കാരണം പോലീസ് മർദ്ദിക്കുന്നത് നോക്കി നിന്നു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അതേ ആരോപണം തന്നെ തമ്പാനൂർ സംബന്ധിച്ചും ഇന്നലെ ഉയർന്നിട്ടുണ്ട്. മർദ്ദനമുണ്ടായ സമയത്ത് അല്ലെങ്കിൽ ABVP പ്രവർത്തകർക്കെതിരെ CPIM പ്രവർത്തകർ തിരിഞ്ഞപ്പോഴേക്കും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ച് CPIM പ്രവർത്തകർക്ക് അനുകൂലമായ നിലപാട് പോലീസ് സ്വീകരിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി. അത് തന്നെയായിരുന്നു കോഴിക്കോടും ഉണ്ടായത്. കോഴിക്കോട് അതിനുശേഷം പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് ഈ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് SFI പ്രവർത്തകർ പറഞ്ഞത് അവിടെ സംഘടിപ്പിച്ച ഒരു സ്വകാര്യ സെമിനാർ ചടങ്ങിൽ സർക്കാർ പരിപാടിയല്ല, പങ്കെടുക്കാനെത്തിയ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ എത്തിയതിലാണ് പ്രതിഷേധിച്ചത്. ഇത്തരം പ്രതിഷേധങ്ങൾ ശരിയായ രീതിയല്ല.
സർക്കാർ പരിപാടിയാണെങ്കിൽ പ്രതിഷേധമാകാം. അതുകൊണ്ടാണ് അവരെ പ്രതിരോധിക്കാൻ തയ്യാറായതെന്നും അതാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്നും പറയുന്നത്. എന്തായാലും നിലവിൽ ഈ വിഷയങ്ങൾ ഇങ്ങനെ തുറന്നു പോയി കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം യുവമോർച്ച ABVP പ്രവർത്തകർ പല സ്ഥലങ്ങളിൽ പല ജില്ലകളിലൊക്കെ തന്നെ ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് BJP വലിയ തരത്തിൽ ഈ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയും പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ചെറിയ ചെറിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇത് ചർച്ച ചെയ്ത് തീർന്നില്ല എങ്കിൽ ഇത് ചർച്ച ചെയ്ത് പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ തരത്തിലെ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ഏകദേശം വിദ്യാർത്ഥികളെല്ലാം അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു മാർച്ചിൽ പങ്കെടുത്തുണ്ടായിരുന്നത്. ആ വിദ്യാർത്ഥികളെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ഏകദേശം 4-5 പ്രാവശ്യം വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷമാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ തന്നെ വിദ്യാർത്ഥികളെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. നിലവിൽ ഭാരതാംബ വിവാദത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാർച്ചും പ്രതിഷേധവും സംഘടിക്കുമ്പോൾ നിലവിൽ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല എന്നും മൗനം തുടരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണല്ലേ? അതെ, തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞത് ഗവർണർക്ക് കാര്യങ്ങൾ മനസ്സിലായി, അതുകൊണ്ട് സർക്കാർ പരിപാടികളിൽ നിന്നും ഇത്തരം ഭാരതാംബ ചിത്രങ്ങളൊക്കെ ഒഴിവാക്കും എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം മുഖ്യമന്ത്രി പരസ്യമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. അത് തന്നെയാണ് കോൺഗ്രസും ഏറ്റുപിടിച്ചിരിക്കുന്നത്. ഗവർണർക്കെതിരെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല? ആരോപണം ഇവിടെ മന്ത്രിയായി നിലനിർത്തി കഴിഞ്ഞിട്ട് എന്തിനാണ് സമരം ചെയ്യുന്ന അറിയില്ല എന്ന് പറഞ്ഞതില് കാര്യമില്ല. അതേപോലെ ജൂൺ 17-ാം തീയതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യയന വർഷം ആരംഭിച്ചിട്ടും ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള നടപടിയും ഇല്ലാത്തതിന്റെ പേരിലാണ് ABVP സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത്. അന്നും നമ്മുടെ 15ഓളം പ്രവർത്തകർ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് കരിങ്കൊടി പ്രതിഷേധത്തിലേക്ക്. ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനാധിപത്യ സംസ്ഥാനത്ത് ജനാധിപത്യ രീതിയിൽ ABVP പ്രതിഷേധിക്കും. ഇനിയും പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ തിരുവനന്തപുരത്ത് ഒരു കരിങ്കൊടി കണ്ടു, കോഴിക്കോടും ABVP പ്രവർത്തകർ കരിങ്കൊടി കണ്ടു. തിരിച്ച് വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്ന സമയത്ത് ശിവൻകുട്ടിയുടെ മനസ്സിലെ പഴയ SFI ക്രിമിനൽ ഉണർന്നു. ഇവിടുത്തെ SFIയുടെ ഗുണ്ടകളെയും DYFIയുടെ ഗുണ്ടകളെയും തയ്യാറാക്കി നിർത്തി ചിത്രം അയച്ചു കൊടുത്ത് ABVP സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ രാത്രി 11 മണിക്ക് ഈശ്വരപ്രസാദിന് നേരെ ചായ കുടിക്കാൻ വന്ന സമയത്ത് ഇവിടുത്തെ ക്രിമിനലുകൾ, തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ ഒരു വർഷത്തെ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ പ്രതികളായിട്ടുള്ള പാർട്ടി ഗുണ്ടകൾ, ശിവൻകുട്ടി പേപ്പട്ടിയെ പോലെ ചെല്ലിനും ചെലവിനും കൊടുത്ത് വളർത്തുന്ന പാർട്ടി ഗുണ്ടകൾ, ആ ഗുണ്ടകൾ ഇന്നലെ അകാരണമായിട്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം. ആ പ്രതിഷേധം മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നാളെ കേരളത്തിലെ ക്യാമ്പസുകളിൽ, കലാലയങ്ങളിൽ ABVP വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിക്കുകയാണ്. ശിവൻകുട്ടി PM ശ്രീ ഒപ്പുവെക്കുന്നവരെ, അതേപോലെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ച പ്രതികളെ പിടികൂടാൻ ഇവിടുത്തെ ശിവൻകുട്ടിയുടെ ആസനം താങ്ങികളായിട്ടുള്ള പോലീസിന് സാധിച്ചിട്ടില്ല. ഇന്നലെ നമ്മുടെ പാവം സംസ്ഥാന സെക്രട്ടറിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഇവിടുത്തെ SI റാങ്കിലുള്ള പോലീസുകാരാണ്, കോൺസ്റ്റബിൾമാരാണ്. പഴയ SFIയുടെ ഗുണ്ടായിസം വെച്ചിട്ട് ABVPയുടെ നേർക്ക് വരികയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, അവസാന ശ്വാസം വരെ പോരാടും. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി ABVP മുന്നിലുണ്ടാകും. നാളത്തെ വിദ്യാഭ്യാസ ബന്ദ് അതിനോടനുബന്ധിച്ച് നിലവിൽ ABVP അവരുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. നാളെ വിദ്യാഭ്യാസ കലാലയങ്ങളിൽ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയും പ്രതിഷേധം തുടരുമെന്നാണ് പറയുന്നത്. പഴയ SFI ഗുണ്ടയാണ് പി ശിവൻകുട്ടിയെന്നും ABVP പ്രവർത്തകർ പറയുന്നു. നിലവിൽ പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചുമാറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കഴിഞ്ഞ ദിവസം മന്ത്രിക്കെതിരായ പ്രതിഷേധത്തിനിടെ ABVP പ്രവർത്തകരെ ആക്രമിച്ച SFIക്കാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. അതിന്റെ വിശദാംശങ്ങളാണ് ബിനോയ് പങ്കുവച്ചത്.